ഹലോ ഗൈസ്, ഇതാ വീണ്ടും അങ്ങനെ ഒരു കൂണുകാലം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ നിറയെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതാ ഇപ്രാവശ്യം നല്ല പെരിങ്കൂൺ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ഞങ്ങളാണ് കേട്ടോ ഇത് ഏറ്റവും അവസാനം കാണുന്നത്. ഇവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് പേര് പറിച്ചു പോയ പോലെ തോന്നുന്നു. അവിടെ കുറേ പറിച്ച കുറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം കണ്ട നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത്. കണ്ടോ, ഇതിൻ്റെ മുട്ടാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുട്ടകളായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യോ, ഈ കൂണ് ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ പെരുങ്കൂണ് കാണുന്നത്. അപ്പോൾ ഈ കൂണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂണ് പറിച്ചെടുക്കുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ലാന്ന്. എനിക്ക് കൂണ് കറി കൂട്ടുന്നതിനേക്കാൾ ഇഷ്ടം കൂണ് പറിക്കുന്നതും കാണുന്നതൊക്കെയാണ് കേട്ടോ. ഭയങ്കര ബലമുള്ള കൂണാണ്, എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് അമ്മ പറഞ്ഞു ഞാൻ പറിക്കാമെന്ന് പറഞ്ഞു. അമ്മ അങ്ങ് പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കൂണാണ്. അപ്പം നല്ലോണം വിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വിരിയാൻ വേണ്ടി കാത്തു നിന്നാൽ അത് നമുക്ക് കിട്ടില്ല എന്നറിയുന്നുണ്ട്. നമ്മൾ വേഗം അത് പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ രാവിലെ കിട്ടിയ കൂണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വിരിഞ്ഞ് വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ, വൈകുന്നേരമായപ്പം ആ കൂണൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ കൂണ് മുട്ടോടെ വെച്ചിരുന്ന ഇതിപ്പോൾ ഇത്രയും നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത് വിരിയാൻ വെച്ചതുകൊണ്ട് കണ്ടോ, അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി വിരിയാണ് കേട്ടോ. അടിപൊളിയാണ് ഈ പെരുങ്കൂൺ എന്ന് പറയുന്നത്. അങ്ങനെ ഇനി ഇത് കറി വെച്ചിട്ട് അത് കാണിക്കാം. അതങ്ങനെ വൈകുന്നേരം നമ്മൾ കൂണ് കറിയൊക്കെ ഉണ്ടാക്കി. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കൂൺ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. എന്താ പറയുക, ഒരു രക്ഷയില്ല. നമ്മൾ ഈ പ്രാവശ്യം വറുത്തരച്ച് ഒരു ബ്ലാക്ക് കളറിലൊന്നും വെക്കാതെ ഇങ്ങനെ ഈ വേറൊരു ടൈപ്പിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതും അപ്പാര ടേസ്റ്റാണ്. അപ്പം നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ബൈ.